സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതികളിൽ വ്യാപക നാശം പ്രകടമാണ്. മലയോര തീര മേഖലകളിൽ കനത്ത ജാഗ്രതയിലുമാണ്. മഴ കനത്തതോടെ കാസർഗോഡ് ചെർക്കളയ്ക്കും ബേവിഞ്ചിക്കും ഇടയിൽ മണ്ണിടിച്ചിലുണ്ടായി. കോയങ്ങാനത്ത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞതോടെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കുറ്റിക്കോലിൽ കാർ ഒഴുക്കിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാഞ്ഞങ്ങാട് സ്വദേശികൾ പള്ളഞ്ചി പുഴയിലാണ് ഒഴുക്കിൽപ്പെട്ടത്. വെള്ളം ഉയർന്നതോടെ പട്ടിലയിൽ 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ ഇരിട്ടി താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ആലക്കോട് കാർത്തികപുരത്ത് സ്കൂളിന്റെ മതിൽക്കെട്ട് റോഡിലേക്ക് തകർന്നു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട് പനമരം വെണ്ണിയോട് കല്ലൂർ പുഴകൾ കരകവിഞ്ഞു. സുൽത്താൻ ബത്തേരി താലൂക്കിൽ മാത്രം 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും ഖനന പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടിയിലാണ് മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 4 വീടുകൾ അപകടാവസ്ഥയിലായി. കടലാക്രമണത്തിൽ ശാന്തിനഗർ കോളനിയിൽ വെള്ളം കയറി. കടലാക്രമണം രൂക്ഷമായതോടെ ആശങ്കയിലാണ് തീരവാസികൾ. ജീവനോപാധിയെല്ലാം കടലെടുക്കുമ്പോൾ അധികൃതർ കനിയണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് ശാന്തിനഗർ കോളനിയിൽ നിന്ന് ക്യാമറമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.